കോഴിക്കോട് കോട്ടൂളിയിലെ തണ്ണീർത്തടം നികത്തലിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സ്കൂളിനെതിരെ നടപടിയുമായി ജില്ലാ ഭരണകൂടം 7 ദിവസത്തിനകം തണ്ണീർത്തടം പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാണ് ഉത്തരവ്. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകും. രാഹുൽ, ഈ വിഷയത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ ഇപ്പോൾ എങ്ങനെയാണ് രാഹുൽ? ശ്രീലക്ഷ്മി, കാന്തപുരം ഉസ്താദിന്റെ ഉടമസ്ഥതയിലുള്ള മർക്കസ് സ്കൂൾ നിയമലംഘനം നടത്തിയെന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം പറയുന്നത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഹിയറിംഗ് കളക്ടറുടെ ചേംബറിൽ ഉണ്ടായിരുന്നു. പക്ഷേ സ്കൂൾ അധികൃതർ ഹിയറിംഗിൽ പങ്കെടുത്തില്ല. JCB ഉടമയാണ് ഈ ഹിയറിംഗിൽ പങ്കെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയാണ്. 7 ദിവസത്തിനകം ഈ തണ്ണീർത്തടം പൂർവ്വസ്ഥിതിയിലാക്കാനാണ് സ്കൂൾ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 7 ദിവസത്തിനുള്ളിൽ ഈ ഭൂമി പൂർവ്വസ്ഥിതിയിലാക്കിയില്ലെങ്കിൽ ജില്ലാ ഭരണകൂടം തന്നെ ഇത് പൂർവ്വസ്ഥിതിയിലാക്കുകയും അതിന്റെ പണം ഈടാക്കുകയും ചെയ്യും. അത് മാത്രമല്ല, പോലീസുമായി ബന്ധപ്പെട്ട് കേസ് നൽകുകയും നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ജില്ലാ കളക്ടർ അല്പസമയം മുമ്പ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസമായിരുന്നു കോട്ടൂളിയിലെ മർക്കസ് സ്കൂളിന് സമീപം ഈ തണ്ണീർത്തടം നികത്തുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നാട്ടുകാരെ ഇത് തടഞ്ഞിരുന്നു. ഇന്നലെ സംഭവ സ്ഥലം ജില്ലാ കളക്ടർ എത്തി സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ഈ സന്ദർശനത്തിലാണ് നിയമലംഘനം ഉണ്ടായി എന്ന കണ്ടെത്തൽ എത്തിയിരിക്കുന്നത്. ശ്രീലക്ഷ്മി. ശരി രാഹുൽ.